ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതൊരു സാധനം നമ്മൾ പാഴാക്കി കളയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ മിനിങ്ങാന്നുണ്ടാക്കിയ ചക്കക്കണ്ടലുണ്ടല്ലോ, ചക്കക്കണ്ടൽ ഉപ്പേരിയാക്കിയതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ബാക്കിയുണ്ട്. അത് വെച്ച് ഞാൻ ഇന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ കൂട്ടാക്കാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. കൂടാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. ചക്കക്കണ്ടൽ പുളിശ്ശേരി ആക്കാൻ വേണ്ടിയിട്ട് ചക്കക്കണ്ടലിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടു, വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളകും കൂടി കീറിയിട്ടുണ്ട്. ചക്ക കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ളതാണ് നല്ലത്. ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. ഒന്ന് പഞ്ചസാരയും കൂടി ആ കഷ്ണത്തിലേക്ക് പിടിക്കട്ട്. ഇത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും തേങ്ങയും, ഒരു 2 അല്ലി വെളുത്തുള്ളിയും, ഒരു നുള്ള ജീരകം, ഒരു 2 തണ്ട് കറിവേപ്പില, കുറച്ചും തൈര്, ഇത്ര സാധനം അരച്ചെടുത്തതാണിത്. ഇതിനിപ്പോൾ നമുക്ക് നമ്മുടെ ചക്കക്കണ്ടലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് കുറച്ച് സമയമായി. അപ്പോൾ ഈ കഷ്ണത്തിലെല്ലാം കുറച്ച് മധുരവും കൂടി ചേർന്നിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പുളിശ്ശേരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് തളിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. തളിച്ചിടാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകെല്ലാം ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഉലുവ അവിടെ ഇട്ട് കൊടുക്കാം. പുളിശ്ശേരിക്ക് താളിച്ചിടുമ്പോൾ എപ്പോഴും ഉലുവ ഇടണം. ഉലുവയാണ് നല്ലൊരു ടേസ്റ്റും വേണം. ഇത് 3 വറ്റൽമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർന്നെടുക്കാം. മൂത്ത് വന്നിട്ട് തീ ഓഫ് ചെയ്ത് കറിയിലോട്ട് നമുക്ക് അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പുളിശ്ശേരി നല്ല സെറ്റായി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി പുളിശ്ശേരിക്ക് ചെറിയൊരു കളറ് വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേ നമ്മൾ സാധാരണ ചേനയും വെള്ളരിക്കയും അതെല്ലാം പുളിശ്ശേരി വെക്കുമ്പോൾ കുറച്ച് മഞ്ഞ കളർ കൂടുതലല്ലേ. ഇതിൻ്റെ മഞ്ഞ കളറിന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ചക്കയുടെ കഷ്ണമായതുകൊണ്ടില്ലേ ഒരു വ്യത്യാസമാണത്.
ചക്ക പുളിശ്ശേരി അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് മധുരവും കുറച്ച് പുളിപ്പും എല്ലാം കൂടിയായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.